ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ ഇന്ത്യ ഇവിടെ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശി വിദ്യാർത്ഥികളെ എല്ലാം പുറത്താക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെയുള്ള ബംഗ്ലാദേശി വിദ്യാർത്ഥികൾ, അതായത് ഇങ്ങോട്ടേക്ക് വിസ എടുത്ത് വരാൻ നിന്ന ബംഗ്ലാദേശി വിദ്യാർത്ഥികൾ ഇന്ത്യയെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഇന്ത്യയിലുള്ള പഠനം ഞങ്ങൾക്ക് വേണ്ട എന്നും അതിലും വലുതാണ് ഞങ്ങളുടെ രാജ്യമെന്നും പറഞ്ഞാണ് ഇന്ത്യയെ അന്ന് വിദ്യാർത്ഥികൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയത്. പോരാത്തതിന് ഇവിടെ, അതായത് ഇന്ത്യയിൽ കിടന്ന് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യക്കെതിരെ പറഞ്ഞ വിദ്യാർത്ഥികളെയും ഇന്ത്യ പുറത്താക്കിയിരുന്നു. അസമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ഇതിൽ വളരെ കാർക്കശ്യം പുലർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കൂട്ട നിലവിളിയാണ് ഉയരുന്നത്. ആ സമയത്ത് ഈ വിദ്യാർത്ഥികളുടെ വിഭാഗം അവിടെ പറഞ്ഞിരുന്നത് തായ്ലാൻഡിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ ഞങ്ങൾ പോയി പഠിച്ചുകൊള്ളാം, ഇന്ത്യയിൽ ഞങ്ങൾക്ക് പഠിക്കേണ്ട എന്നാണ്. എന്നാൽ ഇപ്പോൾ ഇവർ വളരെയധികം ദുഃഖത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നത് എത്രയും വേഗം ഞങ്ങൾക്ക് ഇന്ത്യ വിസ തരണം എന്നാണ്. കാരണം ഞങ്ങളുടെ പഠനം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഞങ്ങൾക്ക് പഠിക്കാൻ യാതൊരുവിധ നിവൃത്തിയില്ല. തായ്ലൻഡിലേക്കുള്ള വിസയും എയർ ടിക്കറ്റും, വിയറ്റ്നാം, തായ്ലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഉള്ള വിസയും എയർ ടിക്കറ്റും നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിലേക്ക് വരുന്നതിനേക്കാൾ 6 മടങ്ങ് കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു തുക താങ്ങാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാണ് ഇവർ വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിന് വലിയൊരു മറുപടി നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ നൽകണം എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ജയശങ്കർ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് വ്യാകുലപ്പെടണം, ഞങ്ങൾക്ക് എത്രയും വേഗം ചീപ്പ് ആയിട്ടുള്ള വിസ അനുവദിച്ചു തരണം, അതായത് വളരെയധികം ചീപ്പായിട്ട് ഇന്ത്യയിലേക്ക് ഇവർക്ക് കടന്നു വരാൻ സാധിക്കും, അങ്ങനെയുള്ള വിസ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളാണ്, ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു സ്കെയിൽ, അതായത് ലാർജ് സ്കെയിലാണ് വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നത് എന്നും വേറൊരു കാര്യമാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ സ്ഥിതി വളരെ വഷളാണ്. അവിടെ വലിയ രീതിയിലുള്ള പട്ടിണി, പോരാത്തതിന് വ്യവസായത്തിൻ്റെ തകർച്ച, ഇൻഫ്ലമേഷൻ എല്ലാം കാരണം ബംഗ്ലാദേശിൽ പല കാര്യങ്ങളും നേരെ ചൊവ്വേ നടക്കുന്നില്ല എന്നുള്ള വാർത്തകൾ ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം കൂടെ ബംഗ്ലാദേശിൽ, ഇത്തരത്തിലൊരു പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം കൂടെ അവിടെ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.